മേഘാലയ സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ ഖാസി ഹിൽസ് ജില്ലയിൽപ്പെടുന്ന ഒരു പട്ടണമാണ് ചിറാപുഞ്ചി. ലോകത്തിൽ ഏറ്റവും അധികം മഴ പെയ്തിരുന്ന പ്രദേശമെന്ന പദവി വർഷങ്ങൾക്ക് മുൻപ് വരെ ചിറാപുഞ്ചിക്ക് സ്വന്തമായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് മേഘാലയയിലെ തന്നെ മൗസിൻ റം എന്ന പ്രദേശമാണ്. മഴയുടെ തലസ്ഥാനമെന്ന പദവി ചിറാപുഞ്ചിക്ക് നഷ്ടപ്പെട്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് ചിറാപുഞ്ചി. പക്ഷേ ലഭിച്ചിരുന്ന മഴയുടെ അളവിന് കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ചിറാപുഞ്ചിയിൽ മഴ കുറയാനുള്ള കാരണങ്ങളെപ്പറ്റി വിശദമാക്കുന്നതിന് മുൻപ് പ്രദേശത്തിന്റെ പ്രത്യേകതകളും ധാരാളമായി മഴ ലഭിക്കാനുള്ള കാരണങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1484 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എടുത്തു പറയേണ്ടതായ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഭൂപ്രകൃതിയാണ്. മഴയുടെ കാര്യത്തിൽ നിരവധി റെക്കോർഡുകളും ചിറാപുഞ്ചിക്ക് മാത്രമുള്ളതാണ്. 1860 ഓഗസ്റ്റ് മുതൽ 1861 ജൂലൈ വരെ 26,467 മില്ലിമീറ്റർ മഴ പെയ്ത ലോക റെക്കോർഡ് ചിറാപുഞ്ചിക്കുണ്ട്. 1861 ജൂലൈ മാസത്തിൽ 9,296 മില്ലിമീറ്റർ മഴ പെയ്ത പ്രതിമാസ മഴ റെക്കോർഡും ചിറാപുഞ്ചിക്കാണ്. 1974 വാർഷിക മഴ കണക്കിന്റെ കാര്യത്തിൽ ചിറാപുഞ്ചി ലോക റെക്കോർഡ് സ്വന്തമാക്കി. ചിറാപുഞ്ചിയുടെ യഥാർത്ഥ പേര് സൊഹറ എന്നാണ്. ബ്രിട്ടീഷുകാർ ഇതിനെ ചുറ എന്നാണ് ഉച്ചരിച്ചിരുന്നത്. കാലക്രമേണ ചുറ എന്ന ഉച്ചാരണം ചിറാപുഞ്ചി എന്നായി മാറുകയായിരുന്നു. ഓറഞ്ചുകളുടെ നാടെന്നാണ് ചിറാപുഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം. മേഘാലയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് അസം സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ചിറാപുഞ്ചി. 1970 അസം സംസ്ഥാനത്തിനുള്ളിൽ തന്നെയുള്ള സ്വയംഭരണാധികാരമുള്ള സംസ്ഥാനമായി മേഘാലയ നിലവിൽ വന്നത്. മേഘാലയയ്ക്ക് സംസ്ഥാനമെന്ന പൂർണ്ണ പദവി ലഭിച്ചത് 1972 അസമിന്റെ ഭാഗമായിരുന്ന ഖാസി, ഗാരോ, ജൈന്തിയ കുന്നുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ചതാണ് മേഘാലയ സംസ്ഥാനം. ഇതിൽ ഖാസി കുന്നുകളുടെ ഭാഗമാണ് ചിറാപുഞ്ചി. മഴയും മേഘങ്ങളും ധാരാളമായുള്ള പ്രദേശമായതിനാൽ സംസ്ഥാനത്തിന് പേര് നൽകിയപ്പോൾ ഇക്കാര്യങ്ങളെ കൂടി പരിഗണിക്കുകയായിരുന്നു. മേഘങ്ങളുടെ വീട് എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇവിടെ മിക്ക പ്രദേശങ്ങളിലും വലിയ തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മഴ. വീടുകളുടെ നിർമ്മാണവും മഴയെ ചെറുക്കാൻ തരത്തിലുള്ളതാണ്. മുളയും വാഴയിലയും കൊണ്ട് നിർമ്മിക്കുന്ന പരമ്പരാഗതമായ ക്നോബാണ് തൊഴിലാളികളായ ആളുകൾ മഴയെ തടയാനായി ഉപയോഗിക്കുന്നത്. ശക്തമായ മഴയെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ഇത്തരം പരമ്പരാഗത കുടകൾ. മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടുത്തെ മഴക്കാലം. അതിൽ തന്നെ മെയ് മുതൽ ഓഗസ്റ്റ് വരെ മിക്കവാറും പകൽ സമയം മഴ തന്നെയായിരിക്കും. മണ്ണിടിച്ചിലും വൈദ്യുതി തടസ്സവുമെല്ലാം മഴക്കാലത്ത് സർവ്വസാധാരണമായ കാര്യമാണ്. ശക്തമായ മഴത്തുള്ളികളാണ് ചിറാപുഞ്ചിയിലെയും മൗസിൻ റാമിലെയും മഴയുടെ പ്രത്യേകത. മഴ തുടങ്ങിയാൽ പിന്നെ മറ്റൊരു ശബ്ദവും കേൾക്കാനാവാത്ത അത്ര ഉച്ചത്തിലാവും പെയ്യുക. റെയിൻകോട്ടിനും കുടയ്ക്കും ഒന്നും ഇവിടുത്തെ മഴയുടെ തീവ്രതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല. 12 രാത്രിയും 12 പകലും തുടർച്ചയായി നിന്ന് പെയ്ത മഴക്കാലങ്ങൾ ഇവിടുത്തെ മുതിർന്ന തലമുറയ്ക്ക് അതിശയമുള്ള കാര്യമല്ല. ഒരു മാസക്കാലം സൂര്യനെ കാണാൻ കഴിയാത്തതും അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ സംഭവമാണ്. എന്നാൽ പോലും ഈ പ്രദേശത്തെ ആളുകൾ സാധാരണ പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ കൃഷി ഇറക്കാൻ ഈ സമയത്ത് സാധ്യമാകാറില്ല. വെയിലില്ലാത്ത അവസ്ഥയിൽ ഇലക്ട്രിക് ഹീറ്ററുകൾ ഉപയോഗിച്ചാണ് ആളുകൾ തുണികൾ ഉണക്കുന്നത്. ഈർപ്പം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. കേരളത്തിൽ പെയ്യുന്ന പ്രതിവർഷ മഴയുടെ കണക്ക് ഏകദേശം 3000 മില്ലിമീറ്ററാണ്. ഈ കണക്കിൽ കാലാകാലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകളും കാണപ്പെടാറുണ്ട്. കേരളത്തിൽ പെയ്യുന്ന മഴയുടെ അളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ചിറാപുഞ്ചിയിലെയും മൗസിൻ റാമിലെയും മഴ എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. മേഘാലയയിൽ, പ്രത്യേകിച്ച് മൗസിൻ റാമിലും ചിറാപുഞ്ചിയിലും ശക്തമായ മഴ ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മേഘാലയ സംസ്ഥാനത്തിൽ നിരവധി താഴ്വാരങ്ങളും ഉയർന്ന ഭൂപ്രദേശങ്ങളും ഉണ്ട്. മഴയ്ക്ക് അനുകൂലമായാണ് ഇവിടെ പർവ്വതങ്ങളുടെ നിൽപ്പ്. ലോകത്തിൽ ഏറ്റവും അധികം മഴ പെയ്യുന്ന സ്ഥലമെന്ന പ്രത്യേകത മേഘാലയയ്ക്ക് ലഭിക്കാൻ പ്രത്യേകമായ ഭൂപ്രകൃതിയും ഒരു കാരണമാണ്. മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് കുന്നുകളും ഭൂപ്രകൃതിയും. കിഴക്കൻ ഖാസി കുന്നുകളുടെ തെക്കൻ ചെരുവിലായാണ് ചിറാപുഞ്ചിയും മൗസിൻ റമ്മും സ്ഥിതി ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റു നിരവധി അനുകൂല ഘടകങ്ങളും ഈ പ്രദേശത്തിനുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പാതയിൽ വരുന്നവയാണ് ഈ പ്രദേശങ്ങൾ. വടക്കു കിഴക്കൻ ഭാഗത്തെ വരണ്ട കാറ്റിനും
തെക്ക് പടിഞ്ഞാറൻ ദിശയിലുള്ള ഈർപ്പമുള്ള കാറ്റിനും ഇടയിലെ വിച്ഛേദന രേഖയ്ക്ക് സമീപമായി പ്രദേശം സ്ഥിതി ചെയ്യുന്നു എന്നതും മഴ ലഭ്യതയെ കൂട്ടുന്ന ഘടകമാണ്. മേഘാലയ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഒരു താഴ്ന്ന ഭൂപ്രദേശമാണ്. പർവ്വതങ്ങൾ അധികമായി ഇല്ലാത്ത ഭൂപ്രകൃതിയുമാണ് ബംഗ്ലാദേശിൻ്റെത്. തടഞ്ഞു നിർത്താൻ പർവ്വതങ്ങൾ കുറവായതിനാൽ അവിടെ നിന്നും കാറ്റിനൊപ്പം വരുന്ന മഴമേഘങ്ങളും ഈ കുന്നുകളിലേക്ക് എത്തിയാണ് മഴയായി മാറുന്നത്. 400 കിലോമീറ്ററുകളോളം ദൂരം താണ്ടിയാണ് മഴമേഘങ്ങളുടെ യാത്ര. ധാരാളം മഴ ലഭിക്കാൻ ഇതും ഒരു കാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സമതലങ്ങളിലൂടെ കടന്നു വരുന്ന മഴയ്ക്ക് സഹായകരമായ നനവുള്ള കാറ്റ് കാസി കുന്നുകളിലെത്തും. ഈ കാറ്റ് കുന്നുകളിൽ തട്ടുകയും തുടർന്ന് അതിന്റെ ഇടുങ്ങിയതും അഗാധവുമായ താഴ്വരയിൽ വെച്ച് കൂടിച്ചേരുകയും ചെയ്യുന്നു. കാറ്റ് ഈ മഴമേഘങ്ങളെ കുത്തനെയുള്ള ചരിവുകളിലൂടെയും മലയിടുക്കിലൂടെയും തള്ളിവിടുന്നു. മഴമേഘങ്ങൾ മുകളിലേക്ക് അതിവേഗത്തിൽ തള്ളപ്പെടുന്നതിനാൽ അവ പെട്ടെന്ന് തന്നെ തണുക്കുകയും അതിന്റെ ഫലമായി ഘനീഭവിച്ച മേഘങ്ങൾ വേഗത്തിൽ രൂപപ്പെടുകയും തുടർന്ന് മലഞ്ചെരിവിലെ കാറ്റിന്റെ ദിശയിൽ മഴ പെയ്യാനും കാരണമാകുന്നു. കാറ്റിന്റെ ദിശയിൽ നിൽക്കുന്ന ഖാസി കുന്നിന്റെ തെക്കൻ ചരിവിലെ പ്രദേശങ്ങളിൽ ശക്തമായ മഴ കിട്ടാനുള്ള കാരണവും ഇതാണ്. രാത്രി കാലങ്ങളിലാണ് ഇവിടെ മഴ കൂടുതലായും ലഭിക്കുന്നത്. ഇടിയും ശക്തമായ കാറ്റും മഴയ്ക്കൊപ്പം പതിവാണ്. ഇത്തരത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം മഴ ലഭിച്ചു വന്നിരുന്ന ചിറാപുഞ്ചിയിൽ പക്ഷേ മഴ പഴയ പോലെ പെയ്യുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മഴക്കാലം കഴിഞ്ഞാൽ കടുത്ത ജലക്ഷാമം ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നു എന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്ന ഒരു പ്രവണതയാണ്. തണുപ്പുകാലത്തും മഴ ലഭിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഇത്തരത്തിൽ കാലാവസ്ഥ മാറുന്നതിന് പിന്നിലെ കാരണങ്ങൾ അറിയണമെങ്കിൽ നോർത്ത് ഈസ്റ്റ് മേഖലകളുടെ പ്രത്യേകതകളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ ഭൂപ്രകൃതി ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പ്രദേശത്തിന്റെ 64% ഭാഗങ്ങൾ വനമാണ്. രാജ്യത്തെ ഏറ്റവും അധികം സസ്യജാലങ്ങളും ലോകത്തിലെ അതീവ പ്രാധാന്യമുള്ള 18 ജൈവ മേഖലകളും ഇവിടെയാണുള്ളത്. അതിനാൽ തന്നെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളോട് ഈ പ്രദേശത്തിന്റെ പ്രതികരണം വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പ്രദേശത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളിലേക്ക് കാരണമാകും എന്നും സാരം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ കടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്ന അവസ്ഥയും കാരണമാവും. മേഘാലയയിലെ വനനശീകരണത്തിന്റെ തോത് കൂടുന്നത് ചിറാപുഞ്ചിയിലെ മഴയുടെ തോതിനെ സ്വാധീനിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. അതിലോലമായ ഇവിടത്തെ പരിസ്ഥിതി നേരിടുന്ന കടന്നുകയറ്റങ്ങളും മഴ കുറയാനുള്ള വലിയൊരു കാരണമാണ്. 119 വർഷങ്ങളായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെയ്യുന്ന മഴയുടെ തോതിനെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മഴയുടെ തോത് ഗണ്യമായി കുറയുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി. 1973 മുതലാണ് ഈ പ്രവണത അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില കൂടുന്നത് മഴയുടെ തോതിനെ കാര്യമായി സ്വാധീനിക്കുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മഴ തലസ്ഥാനം എന്ന ചിറാപുഞ്ചിയുടെ സ്ഥാനം സ്വന്തമാക്കിയ മൗസിൻ റമിനും പ്രത്യേകതകൾ ഏറെയുള്ള പ്രദേശമാണ്. ചിറാപുഞ്ചിയേക്കാൾ 88.5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. ഖാസി കുന്നുകളുടെ തെക്കൻ ചെരുവിലായി വരുന്നവയാണ് ഈ രണ്ട് പ്രദേശങ്ങളും. ചിറാപുഞ്ചിക്ക് 16 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായാണ് മൗസിൻ റമ്മിന്റെ സ്ഥാനം. രണ്ട് പ്രദേശങ്ങളും വ്യത്യസ്തമായ താഴ്വരകൾക്ക് അഭിമുഖമായി നിൽക്കുന്നു. മൗസിൻ റമ്മിന്റെ 3 വശവും കുന്നുകളാണ്. ധാരാളം മഴ ലഭിക്കാനുള്ള കാരണവും ഇതാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ചിറാപുഞ്ചിക്ക് സംഭവിച്ചതുപോലെ ഭാവി കാലത്ത് മഴയുടെ തലസ്ഥാനം എന്ന പദവി മൗസിൻ റമ്മിനും നഷ്ടപ്പെടാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മൗസിൻ റമ്മിൽ പ്രതിവർഷം 11,873 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. ചിറാപുഞ്ചിയിൽ ലഭിക്കുന്ന മഴ 11,430 മില്ലിമീറ്ററും. മഴയുടെ തലസ്ഥാനം ആണെങ്കിൽ പോലും ചിറാപുഞ്ചിയുടെ അതേ അവസ്ഥയാണ് മൗസിൻ റമ്മിൻ്റെതും. മഴ മാറി നിൽക്കുന്ന നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ കടുത്ത വരൾച്ചയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. തകർത്തു പെയ്യുന്ന മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ചിറാപുഞ്ചിയിലും മൗസിൻ റമ്മിലും ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി അലയേണ്ടി വരുന്നു എന്നത് വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. മഴക്കാലത്ത് പെയ്തിറങ്ങുന്ന വെള്ളം ഭൂമിയിൽ നിലനിർത്താൻ കഴിയാത്തത് വരൾച്ചയ്ക്കൊരു കാരണമാണ്. വനനശീകരണം കാരണം ഉയർന്ന പീഠഭൂമിയിൽ വീഴുന്ന ജലം ഇടതടവില്ലാതെ നേരെ താഴെയുള്ള സമതലങ്ങളിലെ നദികളിലേക്കാണ് എത്തുക. ഈ നദികൾ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നവയാണ്. ജലം ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നതും വരൾച്ചയ്ക്കുള്ള മറ്റൊരു കാരണമാണ്. ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമായ മേഘാലയയിലെ കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മേഘാലയയിൽ നിന്നും മഴമേഘങ്ങൾ അകന്നു പോകുന്ന ഒരു കാലമുണ്ടായാലും അതിശയിക്കാനില്ല.